ഇതുപോലെ ഒരു അമ്മയെ മാത്രമേ കിട്ടിയുള്ളൂ പപ്പയ്ക്ക് കല്യാണം കഴിക്കാൻ? നാക്കെടുക്കാൻ വയ്യാത്തതിന് വീട്ടുകാർ തലയിൽ കെട്ടിവെച്ചതാകും അല്ലേ? അതാ പൂവള്ളിയിലെ സ്വത്തും പണവും കണ്ട് ഈ ബുദ്ധിമാന്റെ മുളയിൽ ഉദിച്ച ബുദ്ധിയായത്. എന്തായാലും അടിമുട്ടി ബോറിംഗ് ആയി തോന്നുക എനിക്ക് ഈ ലൈഫ്. പിങ്കിയുടെ പരിഭവം കേട്ടതും ഗ്ലാസ്സിലൂടെ കാറിൻ്റെ പിറകിലത്തെ സീറ്റിലിരുന്ന് ഉറങ്ങുന്ന അമലയിലേക്ക് അയാളൊന്ന് കണ്ണു പായിച്ചു. നല്ല ഉറക്കം ആള്. ഉണർന്നിരിക്കുമ്പോൾ പറയാനും എനിക്ക് മടിയൊന്നുമില്ല പപ്പ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൻസൊക്കെ എന്ത് ഫ്രണ്ട്ലി ആണെന്ന് അറിയോ പപ്പയ്ക്ക്? വീട്ടിലിരുന്നാൽ ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാൻ പറ്റുമോ എനിക്ക്? അതിനൊക്കെ ഭാഗ്യം വേണം. ഫുൾ ടൈം അടുക്കള പണി. അത് കഴിഞ്ഞാലോ ഏതെങ്കിലും മാസിക വായിച്ച് ഒരിരിപ്പ്. അതാ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ വരാത്തത്. അയാൾ വീണ്ടും അമലയെ നോക്കി. ശരിയാ മോള് പറഞ്ഞത്. ചിലപ്പോൾ എനിക്കും അവൾ അത്ര പോരെന്ന് തോന്നാറുണ്ട്. നിനക്ക് പറ്റിയൊരമ്മ അല്ല അല്ലയോ? ഇനിയിപ്പോൾ വേറൊരമ്മയെ മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. വിനോദ് മകളുടെ കവിളിൽ തലോടി ഒന്ന് ചിരിച്ചു. പെട്ടെന്ന് ഫോണിൽ ബെൽ കേട്ടതോടെ പിങ്കി സംസാരം നിർത്തി ഹാൻഡ് ബാഗിൽ നിന്ന് ഫോണെടുത്തു. ഫോണിൻ്റെ കവറിൽ എഴുതിയ വാചകം അയാളെ ആനന്ദിപ്പിച്ചിരിക്കണം. ഡാഡീസ് ഏഞ്ചൽ. പിന്നെ വാൾപേപ്പർ, അതും താനും പിങ്കിയും. ആരാ മോളെ വിളിച്ചേ? നയനയാണ് പപ്പ. എവിടെയായി എന്ന് തിരക്കാനാകും. ഇനിയിപ്പോൾ എത്താറായില്ലേ? തിരിച്ചു വിളിക്കണില്ല. മോളുടെ ഫോണിൽ അമ്മയുടെ ഫോട്ടോസ് ഒന്നുമില്ലേ? നൈസ് ക്വസ്റ്റ്യൻ. ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനുള്ള ടൈം മാത്രം അമല മേഡത്തിൻ്റെ ടൈം ടേബിൾ ഇല്ലെന്ന് ഭർത്താവിന് അറിയില്ലെന്നുണ്ടോ? അല്ലാതെ നീ അവളെ വിളിക്കാഞ്ഞിട്ടല്ല അല്ലേ മോളെ? അവൾക്ക് ഉത്തരവുണ്ടായിരുന്നില്ല. അമ്മ ചീത്തേ പപ്പ. സ്നേഹിക്കാൻ അറിയില്ല ആരെയും. അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ചിലപ്പോൾ അമ്മയേക്കാൾ സുന്ദരിയായ മകളെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. എന്നോട് അസൂയ, അത് തന്നെ. അയാളൊന്നും മറുപടി പറഞ്ഞില്ല. അവളുടെ സൗന്ദര്യത്തിൽ എന്തോ അയാൾക്ക് അഭിമാനം തോന്നിയില്ല. ഹോസ്റ്റൽ എത്താറായി അല്ലേ പപ്പ? അവൾ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിപ്പിച്ചിരുന്നു. അപ്പോഴേക്കും ആയി. മോൾ അമ്മയെ വിളിക്ക്. നല്ല ഉറക്ക. ഉണർന്നിട്ടെന്തിനാ? അവിടെ ഉള്ളവരെ കണ്ടാൽ അമ്മ പപ്പയുടെ പിന്നിലേക്ക് മറയും. തനിക്കൊരു കുറവുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനുള്ള കഴിവ് കൂടിയില്ല അവർക്ക്. ഇന്ന് കൂടെ പോകുന്നത് തന്നെ പൂവള്ളി വഴി പോകാനുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ? അല്ലെങ്കിൽ എന്നെ കൊണ്ടാക്കാൻ എഴുന്നള്ളുന്നത് ചുരുക്കം അല്ലേ? പൂവള്ളി. ഒരിക്കൽ കൂടി അയാൾ ആവർത്തിച്ചു. നീ നിസ്സാരമായി പറഞ്ഞു തീർത്ത ആ 3 അക്ഷരം ആ ഇരിക്കുന്നവളുടെ ആത്മാവാണ്. അതറിയോ മോൾക്ക്? അയാളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എന്താ പപ്പ? ഹേയ്, ഇനി പപ്പ പറഞ്ഞത് ഞാൻ കേട്ടില്ലെന്ന് വേണ്ട. അത്രയ്ക്കിഷ്ട എനിക്കെൻ്റെ പപ്പയെ. ഹലോ, നമ്മൾ എത്തിയിട്ടോ. അമ്മയും നമ്മൾ അവളെ നേരിട്ട് വിളിക്കുന്നത് തന്നെ ചുരുക്കമാണ്. അതുകൊണ്ട് ആ വിളിയിൽ അയാൾക്കും പരിഭവം ഉണ്ടായിരിക്കില്ല. അയാൾ തല തിരിച്ചവളെ നോക്കി പുഞ്ചിരിച്ചു. നല്ല ഉറക്കമായിരുന്നല്ലോ. ദാ ഈ കുപ്പിയിലെ വെള്ളം എടുത്ത് മുഖം കഴുകൻ്റെ അമലു. പപ്പ അമലു എന്ന് വിളിക്കുമ്പോൾ മാത്രം ആ കവിളിൽ പൊടിയുന്ന ഒരു ചിരിയുണ്ട്. അപ്പോൾ അമ്മയെ കാണാൻ വല്ലാത്തൊരു ചന്തം. എന്നെക്കാളും ചന്തം. ആ ചന്തം എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് പപ്പയുടെ അമലു വിളിയും രസിക്കാറില്ല. നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ വരുക. കാറിൽ നിന്ന് ഇറങ്ങി അയാൾ. അവൾ ഡോർ തുറന്നിറങ്ങി മുഖം കഴുകുന്നത് വരെ കാത്തുനിന്നു. ഒരു കൈയിൽ പിങ്കിയുടെ ബാഗും സാധനങ്ങളും എടുത്തു. മറ്റേ കൈ അയാൾ അമലയ്ക്ക് നേരെ നീട്ടി. വീണ്ടും ആ ചിരി അമലയുടെ മുഖത്ത് വിരിഞ്ഞു വന്നു. അവൾ വെളുത്തു നീണ്ട അവളുടെ വിരലുകൾ അയാളുടെ വിരലുകളിൽ കോർത്തു. പപ്പയ്ക്ക് ഈ ഷോ നിർത്താറായില്ലേ? മറ്റു കുട്ടികൾ കണ്ടാൽ എന്നെ കളിയാക്കാൻ ഇത് മതി. അല്ല, ഞാൻ നിന്റെ അമ്മയുടെ കയ്യിൽ പിടിച്ചല്ലേ എപ്പോഴും നടക്കാറ്? അല്ലാതെ ഞങ്ങളെ കണ്ടിട്ടുണ്ടോ നീ? എന്നിട്ടെന്താ ഒരു പുതുമ? കോളേജ് പിള്ളേരുടെ കമൻ്റടി കേൾക്കേണ്ടത് ഞാനാ. അതൊന്നും അറിയാഞ്ഞിട്ടാ നിങ്ങൾ. അമ്മ പപ്പയോട് കാട്ടണ സ്നേഹത്തിൻ്റെ ഒരു തരി എനിക്ക് തരാറുണ്ടോ? ഇവിടെ നിന്നാ മതി നിങ്ങൾ. ബാഗൊക്കെ ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. പൂവള്ളിക്ക് വരുന്നുണ്ടോ നീ? വരുന്നുണ്ടേ, വൈകിട്ട് കൊണ്ടാക്കായിരുന്നു. എന്തിനാ പൂവള്ളിയിലെ പൊട്ടിക്കൊച്ചിൻ്റെ മോള് വന്നേന്ന് അയലത്തുകാരെ കൊണ്ട് പറയിച്ചെന്നെ നാണം കെടുത്താനാ? നിർബന്ധിക്കാൻ തോന്നിയില്ല. ഒറ്റ മോളല്ലേ. കൊഞ്ചിച്ച് വഷളാക്കിയതും താൻ തന്നെയാണ്. സ്ഥലകാല ബോധമില്ലാതെ വായിൽ വരുന്നത് പറയും അവൾ. അയാൾ അമലയെ നോക്കി. അവളുടെ കണ്ണും ഹോസ്റ്റലിന് മുന്നിലെ പൂന്തോട്ടത്തിൽ പാറി നടക്കുന്ന പൂമ്പാറ്റകളുടെ പിന്നാലെയാണെന്ന് അയാൾക്ക് തോന്നി. അമലു. സുന്ദരമായ മിഴികൾ ഉയർത്തി പിരികക്കൊടി ഒന്ന് പൊക്കി എന്തേന്നവൾ ചോദിച്ചു. അവൾ പറഞ്ഞത് താൻ കേട്ടില്ലേ? സാരമില്ല, അവൾ കുട്ടിയല്ലേ എന്നവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഇത്രയും അവളെ സ്നേഹിക്കുന്ന തന്നെ ആ കുട്ടി എന്താടോ മനസ്സിലാക്കാത്തെ? തനിക്ക് അകത്തേക്ക് പോകാൻ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം കേട്ടോ. തലയൊന്ന് തിരിച്ച് അങ്ങനെ ഒന്നുമില്ലെന്നവർ പറയാതെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ പിങ്കി വെളിയിലേക്ക് ഇറങ്ങി വന്നു. വാ പപ്പ,
ഫ്രണ്ട്സിന് കാണണമെന്ന്. പപ്പ മാത്രം വന്നാൽ മതി. അമല അയാളെ പിന്നിൽ നിന്ന് മുന്നോട്ട് തള്ളി അവളോടൊപ്പം പോകാൻ പറഞ്ഞു. ഇല്ലില്ല, താനില്ലാതെ ഞാൻ പോകില്ല. മോൾ ഒരു കാര്യം ചെയ്യൂ, ഫ്രണ്ട്സിനോട് ഇങ്ങോട്ട് വരാൻ പറ. ഹേ, അത് വേണ്ട. അതെന്താ? ഇവിടെ വന്നാൽ അവർക്ക് അമ്മയും പരിചയപ്പെടാമല്ലോ. കൊണ്ടുവന്നിട്ട് എന്തിനാ? ഈ നാക്കെടുക്കാത്ത തള്ളയെ കാണിച്ച് നാണം കെടുത്താനോ? അയാൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. എങ്കിലുമെല്ലാം ഉള്ളിലൊതുക്കി അയാൾ പിങ്കിയോട് സംസാരിച്ചു. പിങ്കി, പോയി ഫ്രണ്ട്സിനെ എല്ലാം കൂട്ടിക്കൊണ്ടുവരാൻ വെറുതെ എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്. പപ്പ പറഞ്ഞുകൊണ്ട് മാത്രം ഓക്കെ. ദേ, നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. അമലുവിന് നേരെ ചൂണ്ടിയ വിരൽ പിടിച്ചൊടിക്കാൻ തോന്നിയിട്ടും അയാൾ സംയമനം പാലിച്ചു. ഫ്രണ്ട്സിനെയും കൊണ്ടുവന്ന് അവൾ ഓരോരുത്തരെ പരിചയപ്പെടുത്താൻ തുടങ്ങി. ഇത് എൻ്റെ പപ്പ, ഇത് അമ്മ. നീ ഇവളെ പൊട്ടിത്തള്ള എന്നല്ലേ വിളിക്കാറ്? ഇന്നെന്താ ഒരു പുതുമ? ഈ കുട്ടികളെ ബോധിപ്പിക്കാനാ? പിങ്കിയുടെ മുഖത്ത് ഭാവവ്യത്യാസം തെളിഞ്ഞിരുന്നു. അമ്മയെ നീ അങ്ങനെയാ വിളിക്കാറ്? നയനയുടെ ചോദ്യം കേട്ടതും അവൾ പൊട്ടിത്തെറിച്ചു. നീ എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത് മോളെ നയനെ. നീ ഒന്നും പറയണ്ട. നാക്കിന് ലൈസൻസ് ഇല്ലാത്ത കുട്ടിയാ എൻ്റെ പിങ്കി. ഗംഗാസ്നാനം നടത്തിയാലും നാറ്റം പോകില്ല. അമല അയാളെ വിലക്കാൻ തുടങ്ങി. ഇല്ല അമലു, ഇനി എനിക്കിത് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. നീ എന്താ കല്ലിൽ തീർത്ത ജന്മമാണോ? ഇവളെ നൊന്ത് പെറ്റ് ഇത്രയും എത്തിച്ചവളല്ലേ? ഇന്ന് നിന്റെ പേര് പറയുമ്പോൾ മാത്രം ഇവൾക്ക് ഇത്രയും ഉളുപ്പും അറപ്പും എന്തിനാണ്? പപ്പ, എന്നെ നാണം കെടുത്തിയാലുണ്ടല്ലോ. അയാൾ മകളുടെ ഇരു കവിളത്തും ആഞ്ഞടിച്ചു. നുള്ളി നോവിച്ചിട്ടില്ല നിന്നെ ഞാൻ. അതിന് നിന്റെ അമ്മ സമ്മതിച്ചിരുന്നില്ല എന്നതാണ് സത്യം. നീ പറഞ്ഞല്ലോ പൂവള്ളിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് അവൾ കൂടെ വന്നതെന്ന്. നിന്നെ കൊണ്ടാക്കി മടങ്ങുമ്പോൾ കാറിലിരുന്ന് കണ്ണീർ പൊഴിക്കുന്ന ഒരു മിണ്ടാപ്രാണിയെ നിനക്കറിയില്ല. പക്ഷെ എനിക്കറിയാം. ആ നോവ് എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് കൂടെ കൂട്ടാത്തത്. അറിഞ്ഞായിരുന്നോ നീ? നിങ്ങൾക്ക് അറിയോ കുട്ടികളെ, വീട്ടിൽ വന്നാൽ ചിരിച്ച മുഖത്തോടിവൾ ഇവളുടെ മുഖത്ത് നോക്കില്ല. നല്ലത് വെച്ചുണ്ടാക്കി കൊടുത്താൽ സന്തോഷത്തോടെ ഒരു വാക്ക് പറയില്ല. എന്നിട്ട് പഴി മുഴുവനും അവൾക്കും. പിങ്കിയുടെ കരിനീലിച്ച കവിളിൽ കോപം പൊന്തി വന്നുകൊണ്ടിരുന്നു. തല്ലിയാൽ നന്നാവും എന്ന തോന്നലൊന്നും എനിക്കില്ല. വേണമെങ്കിൽ ഇതെനിക്ക് വീട്ടിൽ വെച്ചേ ആകാമായിരുന്നു. പക്ഷേ ഇത് എവിടെ വരെ പോകുമെന്ന് ഞാനൊന്ന് പരീക്ഷിച്ചു. പരീക്ഷണത്തിൽ ഞങ്ങളുടെ മകൾ തന്നെ ജയിച്ചു. അതിനുള്ള മെഡലാണിപ്പോൾ കൊടുത്തത്. ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. ചാവു എന്നാണോ പേടിപ്പിക്കുന്ന നീ? എങ്കിൽ ചാകടി, സ്വന്തം തന്തയും തളയും മനസ്സിലാകാത്ത ശവമേ. അമലു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിങ്കിയെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങി. അമലു, തൊട്ടുപോകരുത് അവളെ. കാറിൽ കയറ്, നമുക്ക് പോകാം. അമലയുടെ കണ്ണുകൾ മകളുടെ കണ്ണിലെ കണ്ണുനീരിനെ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. അമലു, വരാൻ, കാറിൽ കയറാൻ. പിങ്കി, നിനക്ക് നന്നാവാനാണ് ഭാവമെങ്കിൽ വന്ന് കയറിക്കോ. പൂവള്ളിയിൽ വരെ പോയി മനസ്സൊന്ന് ഫ്രഷാക്കി വരാം. അവൾ വരില്ലെന്ന് ആംഗ്യം കാട്ടി. അമല അയാളുടെ നെഞ്ചിൽ വീണ് കണ്ണുനീർ പിടിച്ചു. എങ്ങനെയൊക്കെയോ അവർ കാറിൽ കയറി. എൻ്റെ കുഞ്ഞെന്തെങ്കിലും ചെയ്യുമെന്നവൾ അവളുടെ ഭാഷയിൽ അയാളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്തതും ഡോറ് തുറന്ന് അവൾ കാറിൻ്റെ മുൻ സീറ്റിൽ കയറി. പരസ്പരം ഒന്നും മിണ്ടാതെയുള്ള ആ യാത്ര പൂവള്ളിയിൽ അവസാനിച്ചു. കണ്ണു തുടച്ച് ആദ്യം പുറത്തേക്കിറങ്ങിയത് അമലയാണ്, അയാളുടെ കൈകൾ പിടിക്കാതെ. ചരട് പൊട്ടിയ പട്ടം കണക്കി അവൾ ഉരുളൻ കല്ലുകളുള്ള മുറ്റത്തുകൂടി നഗ്നപാതയായി മുന്നോട്ട് നടന്നു. പിങ്കി, നീ പറഞ്ഞില്ലേ നിന്റെ അമ്മ നാക്കെടുക്കാത്തവളാണ്, ചിരിക്കാത്തവളാണ്, ചീത്തയാണെന്നൊക്കെ? ദാ ഇവിടെ ഈ പടവിലിരുന്നാൽ നിനക്ക് കാണാം യഥാർത്ഥ അമലയെ. മുന്നോട്ട് നടക്കുന്ന ആ ശരീരം ഒരിക്കൽ പോലും അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. അമലയെ കണ്ടതും തൊഴുത്തിലെ പൂവാലി നീട്ടിക്കരഞ്ഞു. അവ്യക്തമായ ഒരു ശബ്ദം മറുപടി എന്ന പോൽ അമലയിൽ നിന്നുയർന്നപ്പോൾ പിങ്കി ഒന്ന് ഞെട്ടി. മോളെ. അവൾ സംസാരിക്കാത്തവളായിട്ടല്ല. നീ സംസാരിച്ചാലല്ലേ അവൾക്ക് ശബ്ദമുണ്ടാകൂ. ആ നാൽക്കാലികൾക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത അറിവല്ല അത്. നമ്മൾ വേണ്ടേ കൂടെയുള്ളവരുടെ കുറവുകൾ മനസ്സിലാക്കി കൂടെ നിർത്തേണ്ടത്? അമല നിനക്ക് അന്യയാണോ? അമ്മയല്ലേ? അവളുടെ പഴയ അഴകിൻ്റെ ഒരു തരി പോലും നിനക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ നീ? പിന്നെ എന്നോട് ചോദിച്ചില്ലേ സ്ത്രീധനം മോഹിച്ചാണോ അമ്മയെ കല്യാണം കഴിച്ചതെന്ന്? ഒരിക്കലുമല്ല. അവളുടെ പിന്നാലെ നടന്ന നാളിൽ എന്നോ നാവിൽ വീണതാ അമലു എന്ന വിളി. ആ വിളിക്ക് ഇന്നോളം ചന്ത ഒട്ടും കുറച്ചിട്ടില്ല അച്ഛൻ. അയാൾ മകളുടെ കൈ പിടിച്ച് അമലയുടെ പിന്നാലെ നടന്നു. മുത്തശ്ശിയോടും ചിറ്റയോടും അയൽക്കാരോടും നിറഞ്ഞ ചിരിയോടെ ഇടപഴകുന്ന അമലയുടെ മുഖം അവളിൽ അത്ഭുതം നിറച്ചു. ഇതുപോലമ്മയെ കണ്ടിട്ടേയില്ല ഞാൻ. അല്ല, കാണാൻ ശ്രമിച്ചിട്ടില്ല, അതാ ശരി. വൈകുന്നേരം വരെയും അമല മറ്റൊരു ലോകത്തായിരുന്നു. തിരികെ പോകാനായി കാറിൽ കയറാൻ തുടങ്ങിയതും പിങ്കി കാറിൻ്റെ പിൻ സീറ്റിലിരുന്നു.
ആദ്യമായി അമ്മയോടൊപ്പം. ആദ്യം അമല ഒന്ന് ഞെട്ടിയിരുന്നു. അവൾ തൻ്റെ മുഖം അമ്മയുടെ മടിയിൽ ചായച്ചു കിടന്നു. പിന്നെപ്പോഴോ കൈകൊണ്ടവൾ കാൽവിരലുകളിൽ എത്തിപ്പിടിച്ച് പിരന്നുകൊണ്ടിരുന്നു. അമലയുടെ കണ്ണുനീർ തുള്ളികൾ മകളുടെ കവിളിൽ കരിനീലിച്ച പാടുകളിൽ തളം കെട്ടിക്കിടന്നു. അമലു വിളി കേട്ടതും അവളൊന്ന് ഞെട്ടി. പപ്പയല്ല, ഞാനാ. പപ്പ വിളിച്ചാലേ ഇഷ്ടപ്പെടൂ. ഇനി ഞാനും അങ്ങനെ വിളിക്കൂ, അമലു. അവൾ പിന്നെയും വിളിച്ചു. കണ്ണിൽ ആനന്ദത്തിൻ്റെ നനവ് പടർന്നിട്ടാകണം മുന്നിലെ ഗ്ലാസ്സിലൂടെ നോക്കിയിട്ടും അയാൾക്ക് പിൻസീറ്റിലെ കാഴ്ചകൾ കാണാനാകാഞ്ഞത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.